അങ്ങേ പോലൻ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങേയല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എന്റെ സർവസ്വം. അങ്ങേ പോലെ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങേയല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എന്റെ സർവസ്വം. നമുക്ക് 6-12 വാക്യം ഒന്നുകൂടി വായിക്കാം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. നമ്മൾ ഈ വായിച്ച വചനങ്ങളിലൊക്കെ എടുത്തു പറയുന്ന ഒരു വാക്കാണ് സർവായുധ വർഗം. നമുക്ക് ആ 12 വാക്യത്തിൽ വായിച്ചതുപോലെ നമുക്കൊരു പോരാട്ടം ഉണ്ട് അല്ലേ? സാധാരണയായിട്ട് നമ്മൾ പോരാട്ടം കാണിക്കുന്നത് ആരോടൊക്കെയാണ്? ജഡരക്തങ്ങളോട് അല്ലെ? ആരാണ് ജഡരക്തങ്ങള്? നമുക്ക് ചുറ്റുമുള്ളവരോട്, നമ്മുടെ സഹോദരങ്ങളോട് അല്ലെ? നമ്മളുമായിട്ട് ആരൊക്കെ ചേർന്നിരിക്കുന്നു അവരുടെ അടുത്താണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്? നമുക്ക് പരിചയമില്ലാത്ത ആരുടെ അടുത്തും നമ്മൾ വൈരാഗ്യം വെക്കാറില്ല. നമ്മൾ എപ്പോഴും ദേഷ്യപ്പെടുകയോ കൈപ്പുള്ളിൽ വെക്കുകയൊക്കെ ചെയ്യുന്ന ആരോടാണ്? നമ്മളുമായിട്ട് ചേർന്നിരിക്കുന്നവരുടെ അടുത്താണ് അല്ലേ? ഏറ്റവും കൂടുതൽ നമ്മൾ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ആരോടാണോ നമ്മൾ ഏറ്റവും കൂടുതൽ പറ്റിയിരുന്നത് അവരോടായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ കയ്പ് വെക്കാറല്ലേ? അപ്പൊ നമ്മൾ സാധാരണയായിട്ട് നമ്മള് യുദ്ധം ചെയ്യുന്നത്, നമ്മൾ വൈരാഗ്യം കാണിക്കുന്നത്, നമ്മള് പോരാടുന്നത് ആരോടാണ്? ജഡരക്തങ്ങളോട്. എന്നാല് ദൈവവചന അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായിട്ട് പറയുന്നത് എന്താണ്? നമുക്ക് പോരാട്ടമുള്ളത് ആരോടല്ല? ജഡരക്തങ്ങളോട് അല്ല. ഈ സമയം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഞാൻ ഇപ്പോൾ ആരോടൊക്കെ പോരാടിക്കൊണ്ടിരിക്കുന്നു, എനിക്ക് ആരോടൊക്കെ ഇപ്പോൾ പോരാട്ടമുണ്ട് എന്നാൽ പറയുന്നു. അതായത് നമ്മൾ ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ച പോലെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഒരു യുദ്ധത്തിന്റെ സാഹചര്യം, എല്ലാത്തിനും വിലക്കയറ്റം, തൊട്ടടുത്ത ദിവസം എന്താണ് സംഭവിക്കുന്നതെന്ന് പോലെ നമുക്ക് അറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഒരേ ഒരു പ്രതീക്ഷയുള്ളൂ അല്ലേ? നമ്മുടെ കർത്താവ് വരാൻ സമയമായി. എന്നാൽ ആ സമയത്ത് നമ്മൾ ഈ വാക്യങ്ങൾ മുഴുവൻ നമുക്ക് വായിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ നിലനിൽക്കുന്നത് എങ്ങനെ, നമ്മൾ എങ്ങനെ പോരാടി നിൽക്കണം എന്നൊക്കെയാണ് അല്ലെ? അപ്പൊ അവിടെ ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് വായിക്കുമ്പോൾ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. നമുക്ക് പോരാട്ടമുള്ള ഇവിടെ ഒന്നിനോടും അല്ല. എന്നാൽ നമുക്ക് പോരാട്ടമുള്ള, നമുക്ക് കാണാൻ കഴിയാത്ത നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് നമുക്ക് കാണാൻ, നമ്മളെപ്പോഴും പോരാടുന്ന നഗ്ന നേത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നവരോട്. പക്ഷേ നമുക്ക് പോരാട്ടമുള്ളത് അങ്ങനെയുള്ളവരോടല്ല, പക്ഷെ നമ്മൾ കാണാത്ത ഒരു ശക്തി ആർക്ക് ചുറ്റുമുണ്ട്? നമുക്ക് ചുറ്റും ഉണ്ട്. നമ്മൾ അറിയാതെ നമ്മളെ തകർക്കുന്നതിന് വേണ്ടി നമ്മൾ പലപ്പോഴും പറയുന്നത് പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആര് വിഴുങ്ങേണ്ടു എന്ന് വെച്ച് നടക്കുന്നത് നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്. കാരണം എന്താണ്? നമുക്ക് ഒരു പോരാട്ടം ഉണ്ട്. ആ പോരാട്ടം നമ്മളിൽ മേലുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പല സാഹചര്യത്തിലും നമ്മൾ വീണു പോകുന്നത് അല്ലേ? എന്തോ നമ്മൾ ചിന്തിക്കുക, നമ്മൾ പെട്ടെന്ന് ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞു പോയി, അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്തു പോയി. ഇത് പെട്ടെന്നുണ്ടാകുന്നതല്ല, പിശാച് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. എപ്പോഴും നമ്മൾ അതിനു വേണ്ടി നമ്മളൊന്ന് വിട്ടുകൊടുക്കുന്നോ? നമ്മുടെ യുദ്ധം മനുഷ്യരോടായിട്ട് നമ്മൾ എപ്പോഴും പിശാചിന് നമ്മളെ സ്വർലോകത്ത് സ്നേഹനയോട് ആയിത്തീരുന്നോ ആ സമയത്ത് നമുക്ക് എന്ത് തുടങ്ങും? അവിടെ പിശാചിൻ്റെതായിട്ടുള്ളൊരു പോരാട്ടത്തിന് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യപ്പെട്ടും നമ്മൾ അടിയറവ് പറയേണ്ടി വരും അല്ലേ? ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? നമുക്കിതുപോലെ നമ്മുടെ ജഡരക്തങ്ങളോട് മാറ്റിയിട്ട് നമ്മളെ കാണാത്ത ഒരു മണ്ഡലത്തിൽ നമ്മളിൽ മേലെ ശത്രുത്വം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാണാത്ത ഒരു ശക്തി നമ്മളിൽ മേലുണ്ട്. ആ ശക്തിയിൽ മേലെ നമ്മൾ അടിയറവ് പറയാതിരിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അതാണ് പറഞ്ഞ എന്താണ്? സർവായുധ വർഗം ധരിച്ചു കൊള്ളുവാനായിട്ട്. ഞാൻ വചനം മുഴുവനായിട്ട് വായിക്കുന്നില്ല, നമ്മൾ അവിടെ തുടർന്ന് വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഒന്ന്, സത്യം. സത്യം ആരാണ്? യേശുക്രിസ്തു അല്ലെ? ഇങ്ങനെ പറയുന്നുണ്ട്. ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങൾ അരയ്ക്ക് സത്യം കെട്ടിയും. അരയ്ക്ക് സത്യം കെട്ടുക ഒരു മനുഷ്യന്റെ വസ്ത്രം അല്ലെ?
ആ വസ്ത്രം അരയോട് ചേർന്നിരിക്കുന്നത് എങ്ങനെയാണ്? ഏറ്റവും ബലത്തിലായിരിക്കും അല്ലെ. എപ്പോഴെങ്കിലും അത് അഴിഞ്ഞു പോകാൻ പറ്റ രീതിയിൽ നമ്മൾ കെയർലെസ് ആയിട്ട് അത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്തില്ല, ഹാൻഡിൽ ചെയ്യത്തില്ല അല്ലെ. അപ്പൊ അതുപോലെ സത്യം ആരാണ്? യേശുക്രിസ്തു തന്നെയാണ് സത്യം. ഞാനാകുന്ന വഴിയും സത്യവും ജീവനും എന്ന് പറയുന്ന പോലെ യേശുക്രിസ്തുവാണ് സത്യം. ആ ക്രിസ്തുവിനെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മള് ധരിച്ചുകൊള്ളുക, നമ്മുടെ അരയിൽ കെട്ടിമുറപ്പിക്കുക അല്ലെ. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? യേശുക്രിസ്തുവിനെ, സത്യമാവുന്ന ക്രിസ്തുവിനെ സത്യം നമ്മുടെ അരയ്ക്ക് നമ്മൾ ധരിച്ചു. നമ്മുടെ ഒരു സ്വഭാവം അല്ലെ, നമ്മുടെ ക്രിസ്തുവിനുള്ള ആ സ്വഭാവം തന്നെയാണ് നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടത്. അപ്പം ആ സത്യം എന്ന സ്വഭാവം ആരിലും ഉണ്ടായിരിക്കണം? നമ്മളിലും ഉണ്ട്. അത് നമ്മൾ മുറുകെ പിടിച്ചിരിക്കണം അല്ലെ. നമ്മുടെ അരയ്ക്കത് നമ്മളത് കെട്ടിയിരിക്കണം. അതുപോലെ നീതി. എന്താണ് നീതി? നമ്മൾ നീതിമാന്മാരായല്ലേ? നമ്മുടെ പ്രവൃത്തി കൊണ്ടാണോ? ഒരിക്കലും അല്ല അല്ലെ. അതായത് അനീതി ചെയ്യാത്തതാണ് നീതി. നമ്മൾ പലപ്പോഴും അനീതി കണ്ടിട്ട് കണ്ണടച്ച് നിൽക്കുന്നവരാണോ? അവിടെ പ്രശ്നം ഉണ്ടാക്കണമെന്നല്ല അല്ലെ. അനീതി പ്രവർത്തിക്കാതിരിക്കുക. നമുക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയത്തില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? നമ്മള് നീതി പ്രവർത്തിക്കുക. അപ്പൊ ആ നീതി ആരിലുണ്ടായിരിക്കണം? നീതി എന്ന കവചമാണ്. ഒരു യുദ്ധത്തിന് പോകുമ്പോഴത്തേക്ക് ഒന്ന് അര കെട്ടി. ഇപ്പൊ നമ്മൾ ആദ്യം സത്യം കൊണ്ട് അര കെട്ടി, അടുത്ത് നമ്മൾ നീതി എന്ന കവചം അല്ലെ. നമ്മളിങ്ങനെ നമ്മുടെ ഒരു എന്താണ് തീ അമ്പുകളൊന്നും വരാതിരിക്കാനായിട്ട് നമ്മൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ധരിക്കുന്ന ഒരു വസ്ത്രമാണ് എന്തെന്ന് പറയുന്നത്? കവചം. അപ്പൊ നീതി എപ്പോഴും എന്തായിരിക്കണം? നമുക്ക് കവചമായിരിക്കണം. അടുത്തത് പറയുന്നത് സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം ചെരുപ്പായിരിക്കും, കാലിന് ചെരുപ്പായിരിക്കണമെന്ന്. നമ്മൾ സമാധാന സുവിശേഷം പറയുന്നവരാണോ? നമ്മൾ എങ്ങനെ സുവിശേഷം പറയുന്നത്? എന്ത് സുവിശേഷം പറയും? എന്റെ ദൈവം ഞാൻ ഇങ്ങനെയായിരുന്നു, എനിക്ക് രോഗസൗഖ്യം തന്നു അല്ലെ. അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയും എന്താണ്? എനിക്ക് ഇങ്ങനെ കടം ഉണ്ടായിരുന്നു, എനിക്കിങ്ങനെ. ഇതാണോ സമാധാന സുവിശേഷം? അല്ല. നമ്മളാ എന്ത് പറയണം? എന്റെ ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്തോ അല്ലേ. അത് നമ്മൾ പറയുക, അത് നമ്മുടെ വായ കൊണ്ട് പറയുന്നുണ്ട്. അത് എങ്ങനെ നമ്മുടെ കാലിനത് ചെരുപ്പായിരിക്കും? ഇതായിരിക്കണം എന്റെ കാലിൽ മുള്ളുകൊള്ളാതെ, അല്ലെങ്കിൽ എന്നെ പ്രൊട്ടക്ട് ചെയ്തിരിക്കേണ്ട ചെരുപ്പ് ഈ സമാധാന സുവിശേഷം ആയിരിക്കണം. അപ്പൊ ഈ സുവിശേഷത്തിനനുസരിച്ചായിരിക്കണം ഞാൻ നടക്കേണ്ടത് അല്ലെ. അപ്പോൾ എന്ത് ചെയ്യും? ഈ സുവിശേഷം എന്നെ കാലിനെ പ്രൊട്ടക്ട് ചെയ്തൊരു ചെരുപ്പായിട്ട് നിലകൊള്ളിരിക്കും. അതുപോലെ ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കാനുള്ള വിശ്വാസം ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇതൊക്കെ നമുക്കുണ്ടെങ്കിലും ഇതെല്ലാം നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം? ആ വിശ്വാസം നമുക്ക് വേണം അല്ലെ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്ന സാഹചര്യത്തില് ഒരു വ്യക്തി നമ്മളെ നോക്കി, നീ എത്ര നാളായി വിശ്വാസത്തിൽ വന്നിട്ട്, ദൈവം നിനക്ക് എന്ത് ചെയ്ത്? ഇതൊരു തീയമ്പാണ്. ഈ തീയമ്പ് നമ്മുടെ മേൽ വരുമ്പോൾ വിശ്വാസം എന്നത് നമ്മുടെ കയ്യിൽ, ആ പരിച നമ്മുടെ, അതായത് നമ്മുടെ മേലിൽ ഈ വാക്കുകൾ വരുമ്പോൾ എന്നിൽ വിശ്വാസം എന്ന പരിച ഇല്ല എങ്കിൽ, പരിച എന്താണ്? നമ്മുടെ കയ്യിൽ വരുന്ന എന്തെങ്കിലും ഒരു ആയുധം നമ്മുടെ മുന്നിൽ വരുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ കൊള്ളാണ്ടിരിക്കാൻ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് പരിച എന്ന് പറയുന്നത് അല്ലെ. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് യുദ്ധമൊക്കെ ചെയ്യുന്ന ആ സാധനമാണ് അല്ലെ. അപ്പൊ നമ്മുടെ വിശ്വാസം എന്നതൊരു പരിചയാണ്. നമ്മുടെ ഇത് മേലിൽ ഈ പറയുന്ന തീയമ്പുകൾ, വാക്കുകളായിരിക്കാം, ചില ആൾക്കാർ ഒന്നും പറയത്തില്ലായിരിക്കും, പക്ഷെ നമ്മൾ ചർച്ചിലൊക്കെ വരാൻ സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ മറ്റുള്ള പല കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്തൊക്കെ ചില ആൾക്കാർ നമ്മളെ ഒന്ന് നോക്കാറുണ്ട് അല്ലെ. അവർ കൂടുതലൊന്നും പറയണ്ട, ആ നോട്ടം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് അല്ലെ. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ചിലപ്പോൾ നമ്മളായിരിക്കുന്ന സാഹചര്യം വലിയൊരു സർക്കിൾ ഒത്തിരി മനുഷ്യരുണ്ടായിരിക്കാം, നടുവിൽ ഞാൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ എന്ത് വിശ്വാസി എന്ന പേരിൽ. അവിടെ എന്നിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ എന്റെ ചുറ്റും നിന്ന് വരുന്ന തീയമ്പുകളെ പരിചയം എന്ന പോലെ തടുക്കാൻ ആർക്ക് കഴിയുള്ളൂ? എനിക്ക് കഴിയുള്ളൂ. അപ്പൊ വിശ്വാസം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതെനിക്ക് പരിചയമാണ്. നമ്മൾ എപ്പോഴും ചിന്തിക്കുക, എന്റെ ഹൃദയത്തിലുള്ള വിശ്വാസമാണ് എന്റെ മേലിൽ വരുന്നിട്ടുള്ള എന്റെ പരിചയം എന്ന് നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ രക്ഷ എന്ന ശിരസ്ത്രം, നിങ്ങൾ യുദ്ധത്തിലൊക്കെ പോകുന്ന ആൾക്കാര് ഇങ്ങനെ ഒരു നമ്മൾ ഈ ഹെൽമെറ്റ് പോലെ ഒരു സാധനം വെച്ചിട്ടുണ്ട് അല്ലെ. നമ്മളെ ഇതുപോലെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ അവയവങ്ങളൊക്കെ നമുക്ക് എവിടെയാണ് ദൈവം വെച്ച് തന്നത്? നമ്മുടെ തലയ്ക്കകത്ത് അല്ലെ. ഇങ്ങനെ തലയോട്ടിക്കകത്ത് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള അല്ലെ ഒരു ഭാഗത്തെ വലിയ ഹാർഡായിട്ടുള്ള അസ്ഥികൾക്ക് അകത്താക്കി ദൈവം ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ദൈവം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു സാധനം തന്നു. ദൈവം നമ്മളെ തലച്ചോറിനെ എന്ത് ചെയ്ത് നമ്മുടെ ഏറ്റവും കട്ടിയുള്ള നമ്മുടെ അസ്ഥികളെ കൊണ്ട് നമ്മൾ കവർ ചെയ്തെങ്കിൽ നമ്മുടെ മൊത്തത്തിൽ അത് കവർ ചെയ്യാനായിട്ട് ദൈവം തന്ന ഒരു ഹെൽമെറ്റ് ആണ് നമ്മുടെ രക്ഷ എന്ന് പറയുന്നത്. ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ ഞാൻ രക്ഷിക്കപ്പെട്ടതാണ് എന്ന്? എത്ര പേരോ വിശ്വാസത്തിലോ രക്ഷിക്കപ്പെട്ടതാണോ എന്നൊക്കെ പെട്ടെന്ന് കൈ വെക്കും. എത്ര പേര് വെക്കും? സംശയം ഉണ്ടോ ഇപ്പോഴും ഞാൻ രക്ഷിക്കപ്പെട്ടതാണോ എന്ന്? രക്ഷിക്കപ്പെട്ടതാണോ?
ആണ്, ഉറച്ചു പറയണം അല്ലേ. ആ രക്ഷ എന്ന ശിരസ്ത്രമാണ് എന്റെ തല. എന്റെ തലയില് ദൈവത്തിന്റെ രക്ഷ എന്ന ശിരസ്ത്രം അല്ലെ, ഹെൽമെറ്റ് എന്റെ തലയിലുണ്ട്. ഈ തലയിൽ എന്റെ ഈ ഹെൽമെറ്റ് ഉള്ളിടത്തോളം കാലം എന്താണ്, എന്റെ മേൽ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ എനിക്ക് എന്റെ ദൈവം എന്നെ കരുതും അല്ലെ. ഈ രക്ഷ എന്ന ഹെൽമെറ്റ് വെച്ച് ദൈവം എന്നെ പ്രൊട്ടക്ട് ചെയ്തിരിക്കും. അതുപോലെ എന്താണ്, അത് മാത്രമല്ല, ശിരസ്ത്രമാണ് ദൈവവചനം എന്ന ആത്മാവിന്റെ വാള്. പിന്നീട് നമുക്ക് വേണ്ട കാര്യമാണ്, ആറാമതായിട്ട് നമുക്ക് വേണ്ടതാണ് എന്തോന്ന്, വചനം അല്ലെ. നമ്മള് ചുറ്റുമുള്ളവർ പലരും നമ്മളെ പലതും പറയുമ്പോഴും അല്ലെങ്കിൽ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും പിശാചി നമ്മളെ പല കാര്യങ്ങളെയും പരീക്ഷിക്കുമ്പോഴും കർത്താവിനെ പോലും പരീക്ഷിച്ചപ്പോൾ കർത്താവ് എന്തുകൊണ്ടാണ് ഫൈറ്റ് ചെയ്തു നിന്നത്? ആ മരുഭൂമിയിൽ കർത്താവിനെ കൂട്ടിക്കൊണ്ടു പോയിട്ട് അല്ലെ, അവിടെ ചെന്ന് പിശാചി എങ്ങനെ പരീക്ഷിച്ച്, എന്തെടുത്തിട്ടാണ് പരീക്ഷിച്ചത്? ദൈവവചനം. അവിടെ ദൈവവചനം കൊണ്ട് തന്നെയാണ് കർത്താവ് മറുപടി പറഞ്ഞത് അല്ലെ. നമ്മളും ആയിരിക്കുന്ന സാഹചര്യങ്ങളില് ഇതുപോലെ പരീക്ഷകളിൽ പലരും നമ്മളോട് പല ചോദ്യങ്ങളും ചോദിച്ചു തന്നിരിക്കും. പല സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ചിലപ്പം മറ്റുള്ളവർ പ്രതികരിക്കുന്നത് പോലെ ചിലപ്പോൾ നമ്മൾ പ്രതികരിക്കേണ്ട സാഹചര്യങ്ങൾ വരും. പക്ഷെ ആ പ്രതികരിക്കുന്ന സാഹചര്യങ്ങളിലും എപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് വേണ്ട, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവം ഉണ്ട് എന്നുള്ളൊരു വാക്ക് ഉള്ളിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് ആര് നമുക്ക് ഉള്ളിൽ നിന്ന് തന്നതാണ്? ഞാൻ എപ്പോഴോ വായിച്ച ദൈവവചനം എന്നോട് സംസാരിച്ചതാണ്. നിങ്ങൾ എപ്പോ വായിച്ചെന്നുള്ള സമയം ചിലപ്പോൾ നമുക്ക് ഓർമ്മ വന്നു എന്ന് കാണത്തില്ല. ഞാൻ ഏത് സാഹചര്യത്തിലാണ് ഈ വചനം കേട്ടതെന്ന് ചിലപ്പോൾ ഓർമ്മ കാണത്തില്ലായിരിക്കാം. പക്ഷേ ഈ വചനം എന്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കും. ഈ വചനമാണ് എന്ത് ചെയ്യുന്നത്, എന്റെ വാള്. ഞാൻ തിരിച്ചൊന്നും പറഞ്ഞു എന്ന് വരത്തില്ല അല്ലേ. ചിലപ്പോ എന്നെ കുറ്റപ്പെടുത്തിയവരായിരിക്കാം, എന്നെ കളിയാക്കിയവരായിരിക്കാം, എന്നെ നിന്ദിച്ചവരായിരിക്കാം, അല്ലെങ്കിൽ പല സാഹചര്യത്തിലും ഞാൻ അനുഭവിച്ച പരീക്ഷകളായിരിക്കാം. ഈ സാഹചര്യത്തില് എവിടെ നിന്നോ എന്റെ ഉള്ളിൽ നിന്ന് തന്ന വചനങ്ങളാണ് എന്റെ വാളായിട്ട് നിന്ന്. ഞാൻ പുറമേ ചെന്നും ചിലപ്പോ ഞാൻ എന്ത് ചെയ്ത് കാണത്തില്ല, ഞാൻ സംസാരിച്ച് കാണത്തില്ലായിരിക്കാം. പക്ഷെ എന്റെ ഉള്ളിൽ നിന്ന് വന്ന ദൈവത്തിന്റെ വചനം എന്ന വാളായിരിക്കും എന്ത് ചെയ്ത് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്തിട്ടുള്ളത്. എന്നാൽ ആ വചനം ഉള്ളിലുണ്ടെങ്കിലല്ലേ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ വചനത്തെ നമ്മള് ഗ്രഹിക്കണം, നമ്മള് വായിക്കണം. ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ പോലെ എപ്പോ വായിക്കുന്നു എന്നുള്ളതല്ല, ഏത് സാഹചര്യത്തിൽ വായിക്കുന്നു എന്നുള്ളതും അല്ല. എപ്പോഴൊക്കെയോ വായിച്ച വചനങ്ങള്, ഞാൻ എപ്പോഴൊക്കെയോ കേട്ട വചനങ്ങള് എന്റെ സാഹചര്യത്തിൽ ഒരു മനുഷ്യന്റെ വാക്ക് പോലെ എന്റെ ഉള്ളിൽ നിന്ന് വരുന്നുവെങ്കിൽ അതാണ് ജീവനുള്ള വചനം. അതാണ് എന്തെന്ന് പറയുന്നത്, എന്റെ ആത്മാവിന്റെ വാള് എന്ന് പറയുന്നത്. അവസാനമായിട്ട് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ പൂർണ്ണതയുള്ളതായിരിക്കാം, സ്ഥിരതപ്പെട്ടിരിക്കുക. നമ്മൾ പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുക. നമുക്ക് പൂർണ്ണ സ്ഥിരതയുണ്ടോ? ഞാൻ ഏറ്റവും കൂടുതൽ എന്നോട് തന്നെയാണ് ചോദിക്കുന്നത്. പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരതയുള്ളവരാണോ നമ്മള്? രാവിലെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ സങ്കടം തോന്നുന്ന എത്ര പേരുണ്ട്? രാത്രിയില് പ്രാർത്ഥിച്ചില്ലെങ്കിൽ സങ്കടം തോന്നുന്ന എത്ര പേരുണ്ട്? നമുക്ക് സ്ഥിരതയുണ്ടോ എന്റെ പ്രാർത്ഥനയില്? നമ്മൾ മറ്റുള്ളവർ ആരെയും നമ്മൾ കേട്ടു. എന്റെ വീട്ടിൽ ചിലപ്പോൾ 5 പേരുണ്ടായിരിക്കാം, 6 പേരുണ്ടായിരിക്കാം, 2 പേരുണ്ടായിരിക്കാം. എന്റെ പങ്കാളി അല്ലെങ്കിൽ എന്റെ മക്കൾ എത്ര പ്രാർത്ഥിച്ചു എന്ന് ഒരിക്കലും ദൈവം എന്നോട് ചോദിക്കത്തില്ല. അവരെ ഗൈഡ് ചെയ്യുക എന്നുള്ളത് ദൈവം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി ഞാൻ എത്ര പ്രാർത്ഥിച്ചു. ചിലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മുട്ടുമേലിരുന്ന് അതിനുവേണ്ടി ടൈം എടുത്തൊക്കെ ഒത്തിരി നേരം ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. പക്ഷെ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ, ജോലി സ്ഥലങ്ങളിലോ അല്ലെ, നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴോ പഠിക്കാൻ ചിലപ്പോൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴോ ഒക്കെ എന്താണ്, നമുക്ക് പ്രാർത്ഥിച്ചൂടെ? ആ പ്രാർത്ഥനയിൽ സ്ഥിരതയുണ്ടോ? നമ്മളൊരു വിഷയത്തിലേക്ക് കടന്നു പോകുമ്പോഴോ ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണോ പോകുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം നമ്മളായിരിക്കും പല ഇൻസിഡന്റിലൂടെ നമ്മൾ കടന്നു പോയിരിക്കും. ഇന്നത്തെ ദിവസം എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് എന്റെ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ആ സാഹചര്യത്തില് ഒരു പുതിയ ചിലപ്പോൾ പല ഓപ്പർച്യൂണിറ്റികളായിരിക്കും ഒരു ദിവസം ദൈവം നമ്മുടെ മുന്നിലോട്ട് കൊണ്ടുവരും. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഓപ്പർച്യൂണിറ്റികളായിരിക്കും, അവസരങ്ങളായിരിക്കും. അവിടെ ഞാൻ പ്രാർത്ഥനയോടാണോ പോകുന്നത്? എന്നാൽ ആ സമയത്ത് എന്റെ പ്രാർത്ഥന എന്നുള്ള സ്ഥിരത നഷ്ടപ്പെട്ടു പോവുകയാണോ? നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കുക. ഇവയൊക്കെ എന്റെ കയ്യിലുണ്ടെങ്കിൽ, ഏതൊക്കെ? സത്യവും നീതിയും സമാധാനത്തിന്റെ സുവിശേഷവും, എന്താണ് വിശ്വാസം എന്ന പരിചയം, രക്ഷ എന്ന ശിരസ്ത്രവും, ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും ഒക്കെ എന്റെ കയ്യിലുണ്ടെങ്കിൽ ഇതാണ് എന്റെ സർവായുധ വർഗം എന്ന് പറയുന്നത്. എന്റെ ആയുധം ഇതാണ്. ഇതൊക്കെ നമ്മളിപ്പോ പറഞ്ഞ ഈ സത്യവും വചനവും അല്ലെ, ഇതൊക്കെ തന്നെയാണ് എന്റെ ആയുധം എന്ന് പറയുന്നത്. ഇതാണ് എന്റെ ആയുധം. അല്ലാതെ ഞാൻ എന്റെ വാക്കുകൊണ്ട് മറ്റൊരു മനുഷ്യനെ വേദനിപ്പിക്കുന്നതോ മറ്റൊരു മനുഷ്യനെ കുറ്റം പറയുന്നതോ അവന് വേണ്ടി വിരോധമായിട്ട് പ്രവർത്തിക്കുന്നതോ ഒന്നുമല്ല. ഇതാണ് എന്റെ
സർവായുധ വർഗം. ഇത് ഞാൻ ധരിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് വീട്ടുകളിൽ പോയിട്ട് ഈ ഒരു ഭാഗം എടുത്തിട്ട് വായിച്ചു നോക്കുക. ഈ ഒരു 7 കാര്യങ്ങളെ ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചിട്ട് നോക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്കുണ്ടോ? നമ്മൾ ഒരിക്കലും എൻ്റെ അടുത്തിരിക്കുന്നവർക്കോ എൻ്റെ ഭർത്താവിനുണ്ടോ ഭാര്യയ്ക്കുണ്ടോ എന്നല്ല നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. എനിക്കുണ്ടോ? ഞാൻ രക്ഷയെ ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്നുണ്ടോ? എന്നിൽ സത്യമുണ്ടോ? ദൈവവചനം എന്ന വാള എൻ്റെ ഉള്ളിലുണ്ടോ? ഇതൊക്കെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പരീക്ഷയിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സ്ഥിരത കാണിച്ചിരിക്കുമ്പോൾ എനിക്ക് നിലനിൽക്കാൻ കഴിയും. കാരണം നമ്മൾ നിൽക്കുന്ന സാഹചര്യം എത്ര എനിക്ക് നിലനിൽക്കാൻ കഴിയൂ എന്ന് വായുകൊണ്ട് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അറിയത്തില്ല, നമ്മൾ ദൈവത്തെ തള്ളിപ്പറയുമോ? ഞാൻ എത്ര നാൾ ദൈവത്തിൽ സ്ഥിരതപ്പെട്ട് നിൽക്കുമെന്ന് എൻ്റെ ശക്തിയാൽ ഒരിക്കലും എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഞാൻ ഈ സർവായുധ വർഗങ്ങൾ ധരിച്ച് ഇതുപോലെയാണ് മുന്നോട്ട് പോകുന്നെങ്കിൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ പരീക്ഷകളിലേക്ക് ഞാൻ പോകുമ്പോൾ എനിക്ക് നിലനിൽക്കാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ഈ ഒരു ഭാഗം 6ന്റെ 12ാമത്തെ വാക്യം ഒന്ന് വായിച്ച് അത് കഴിഞ്ഞ് താഴോട്ടൊന്ന് വായിച്ചു നോക്കുക. ഈ 6 കാര്യങ്ങളിൽ എന്നിലുണ്ടോ എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കുക. കേട്ട വചനത്താൽ ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ.